ചാനൽ റിപ്പോർട്ടർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഒരുപോലെയാണ്. ചാനലുകാർക്ക് വൈറൽ ന്യൂസ് ആണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന് വൈറൽ സ്പോട്ട് എല്ലാം കൂടി ചക്ക വിളിഞ്ഞിൽ പോലെ അവിടെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒരു ചക്കപ്പശയെ നോക്കിയുള്ള പോക്കായി ഇത്. ഈ ബിൽഡിങ്ങുകൾക്കെല്ലാം 100 കഥ പറയാനുണ്ടാവും. അതായിരുന്നു കഥ പറയട്ടെ. അതിന്റെ മാമാതെ നോക്കി ഇപ്പൊ പോയാൽ ഈ ചൂട്ടത്ത് പുയിങ്ങ കപ്പക്കങ്ങ് പോലെ ഉണ്ടാവും. ചേരട്ടപ്പൊട്ടാസ് തിരുമൊല്ലി ഓട്ടം കണ്ടപ്പേ തോന്നിയത് വെട്ടിയിട്ട വായത്തണ്ട് പോലെ ആവുന്നു. കൈവിന്റെ പേരും കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മളെ കഴിവ് തെളിക്കാൻ ഒരുത്തന്റെയും കൈന്റെ ആവശ്യമില്ല. ഇതുപോലെ പ്ലേറ്റ് മതി. ഇത് കാണുമ്പോൾ ഓടുമ്പോ പറ്റിയ മൈദദോശമേൽ ചോക്ലേറ്റ് വരട്ടിയതില്ലെന്ന് ചോദിച്ചാൽ തെറ്റില്ല. നടന്ന് ക്ഷണിക്കുമ്പോൾ കിട്ടുന്നോണ്ടാണോ ഇതിന്റെ മേക്കിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണോ എന്നറിയില്ല. സംഭവം രസമാണ്. ഒറ്റക്ക് തിന്നാത്തതല്ലേ ഇതാ ഇങ്ങനെ വാരുത്തുന്നു. ഓ, ഈ ലുങ്കിയിടാൻ മാത്രം സൈസിൽ ആ കുഞ്ഞു മനുഷ്യന്മാരിൽ ഏതായിരിക്കും. മൂപ്പർ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. വേറൊന്നില്ല, ഇങ്ങനെ സ്വീപ്പാക്കൽ വേണ്ട ഐസ്ക്രീം മാത്രമാകുമ്പോൾ ഡിസ്കൗണ്ട് എത്രയെന്ന് ചോദിച്ചതാ. കളിപ്പിക്കൽ വെറും കോംപ്ലിമെന്ററിയാ പോലും. ഐസ്ക്രീമിന് ഒരേ പൈസയാണ്. എന്നാ പിന്നെ വെറുതെ വിടൂല. മാക്സിമം കളിപ്പിച്ച് മുതലാക്കൽ തന്നെ. മലയാളി മൈൻഡ് അല്ല പിന്നെ. നോട്ട് ദ പോയിന്റ്. ഇത് കുടുംബത്തിലെ പഞ്ചലോളികൾക്ക് വേണ്ടി. പെണ്ണ് കെട്ടിയാൽ മാത്രമല്ല കണ്ണ് കാണാണ്ടാകുന്നത്. ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തി വഷളാക്കിയാലും സംഭവിക്കും. വന്നു ഇപ്പൊ പൂച്ച വരാനെ കൊല്ലണം കുത്താൻ തുടങ്ങി. അങ്ങനെ ഫൈനൽ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ഖത്തറിലുള്ളവരാണ് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചത്. അല്ലെ നമ്മളെ പോലെ തെക്ക് വടക്ക് നടന്ന് നട്ടം തിരിയും. ചോദിച്ചാൽ പോലും ഇവിടെ പലർക്കും പറഞ്ഞുതരാൻ അറിയില്ല. ഇവിടെ ഇല്ലാത്തവരെ ഉള്ളവർക്ക് അയച്ചു കൊടുത്തു. ഈ ചൂടിന് എയർ കണ്ടീഷനായ ഒരു ഔട്ട്ഡോർ സ്പോട്ട് കൂടി. നോർത്ത് സൂക്ക് വാക്കിഫ് പാർക്കിംഗിന്റെ ഓപ്പോസിറ്റ്. നമ്മൾ ഈ കെന്റിന്റെ സൈഡിലൂട്ടി നേരെ ഇവിടെ എത്താം. ഷുജാ റെസ്റ്റോറന്റ് ഉള്ളിലൂട്ടി ഇവിടെ എത്താം. വീണ്ടും കുറച്ച് എനർജി തിരിച്ചു കിട്ടിയപ്പം പൂച്ചന്റെ വായിന്ന് രക്ഷപ്പെട്ട എലിക്കുട്ടീനോട്ട് ഓടാൻ തുടങ്ങി. ഈ ഓരോ ചാട്ടം ഊട്ടിയിൽ നിന്ന് മെയ് മാസത്തിലെ പാലക്കാട്ടിലേക്ക് ചാടിയ പോലെയാണ്. കണ്ണട മുതലേക്ക് കണ്ണിൽ വെച്ച് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കയ്യിൽ വെച്ച് കാണിച്ചു. ചൂടും തണുപ്പും തമ്മിലുള്ള വ്യത്യാസം വാങ്ങുമ്പോൾ ആവശ്യം 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മൾ ചുമക്കേണ്ടി വരും. ഇതിന് 24 മണിക്കൂറിന്റെ ആയുസെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ വീഡിയോ കണ്ടതിൽ നന്ദിയുണ്ടേ.